CPM-ന്റെ ഒരു അവസ്ഥ നോക്കൂ. ഇവിടെ നാണം കെട്ട് നിൽക്കുകയാണ് CPI-ക്ക്. അവിടെ മുഖം നഷ്ടപ്പെട്ട് ഈ PM ശ്രീ ഒപ്പുവെച്ചതിന്റെ മുറിവിൽ നിന്ന് ദുർഗന്ധം വമിച്ചു നിൽക്കുകയാണ് CPM. അവരുടെ അണികള് എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകേണ്ടത് അവരാ. BJP-ക്കും മോദി സർക്കാരിന് മുമ്പിൽ കീഴടങ്ങിട്ട് നിൽക്കുന്ന സ്വന്തം പാർട്ടിയെ പറ്റി ഓർക്കുമ്പോൾ അവർക്ക് മറുപടിയില്ലാതെ നിൽക്കുകയാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് BJP-യുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ RSS-ന്റെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ളതാണെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങോട്ട് താഴോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. സഖാക്കളും അണികളും സാധാരണക്കാരും ഒക്കെ വിശ്വസിച്ച കാര്യമാണ്. ഇപ്പൊ പറയുന്നു കാശ് കിട്ടണമെങ്കിൽ അത് ഒപ്പുവെക്കണമെന്ന്. 1200 കോടി രൂപയോ മറ്റുമാണ്. അത്രയും ഇല്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. 971 കോടി രൂപയേ ഉള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ നാണക്കേട്, കീഴടങ്ങൽ. അതിനുവേണ്ടി മാത്രമാണോ? ഇതാണോ യഥാർത്ഥ കാരണം? വിരവിച്ചും ചോദിക്കുന്നുണ്ട്. ഇത് മുന്നണിയോ മന്ത്രിസഭയോ ഒന്നും അറിയാതെ ഒപ്പിട്ടതിന്റെ കാരണം എന്താണ് ഞങ്ങൾക്ക് അറിയണമെന്ന്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെ വിശദം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തുണ്ടായത്. പക്ഷെ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഭീഷണിപ്പെടുത്തിയെന്ന്. ആ ഭീഷണി കൊണ്ടാണ് ഒപ്പിട്ടതെന്നാണ് നമ്മുടെ ശിവൻകുട്ടി പറയുന്നത്. വിനോദത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭീഷണി എന്തിനാണ് ഭീഷണി? ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഈ പറയുന്ന പണം കിട്ടത്തില്ല.